ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ തന്നെയാണ്. അതായത് ആ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂൾ ആ ഒരു NH ഒക്കെ ഉണ്ട്. ആ NH നിന്ന് വെറും 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അതുപോലെ തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 9.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. 5,550 സെൻറ്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. അതുപോലെ നമുക്ക് കാണാം വീടിൻ്റെ ഈ മുൻവശം നല്ല വീതി കൂടിയ ഒരു 5 മീറ്ററോളം വീതിയുള്ള ഒരു ടാറിംഗ് റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ധാരാളം വീടുകളുള്ള എല്ലാ വീടുകളിലും ഓൾറെഡി ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വില്ല തന്നെയാണ്. അതുപോലെ ഈ ഒരു സൈഡ് അതേട്ടാ ടാറിംഗ് റോഡ് തന്നെയാണ്, വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ്. ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ കേട്ടോ, അത്ര അടുത്താണ്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ബസ് റൂട്ട് കാണാം. വീണ്ടും മുൻവശം നീളം കൂടിയ ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്ര വലിയ സ്ലൈഡിംഗ് ഗേറ്റ്. നമ്മുടെ വലിയ വാഹനമൊക്കെ നമുക്ക് വീടിൻ്റെ മുൻവശത്തായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് കയറ്റി നിർത്താനുള്ള സ്പേസ് ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ഇനി 2 കളറൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് തരുന്ന കേട്ടോ. ആ ഒരു പണി മാത്രമാണ് ഇനി ഇതിൽ ബാക്കിയായിട്ട് നിൽക്കുന്നത്. അത് ലാസ്റ്റാണ് നമ്മൾ ചെയ്യുക. ബാക്കിയെല്ലാം നല്ല അടിപൊളി എലിവേഷനോട് കൂടിയാണ് ഈ വീട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മനോഹരമായ 3D എലിവേഷനോട് കൂടിയാണ് അതിൻ്റെ ഡിസൈനിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണ്. അതുപോലെ ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ധാരാളം ബേബി മാറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. വല്ല തെയ്യലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബേബി മാറ്റിലൊക്കെ മാറ്റി തെയ്യലൊക്കെ വെക്കാവുന്നേ ഉള്ളൂ. നല്ലോണം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്തൊരു ഏരിയയും. ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് കാണാം നല്ല കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്, ടച്ച് ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്, വാം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വീട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സിറ്റ് ഔട്ട്, ഇവിടെ ഗ്രാനൈറ്റാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഓപ്പൺ ആയിട്ടുള്ള ഫുൾ ലെങ്ത്തിൽ ഗ്രാനൈറ്റ് ബോർഡറായിട്ട് സെറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. ഡബിൾ പാളി ഡോറാണ്, അതും തേക്കൂടിലാണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്ന ലിവിങ് ഹാളാണിത്. വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 2 സൈഡിലും ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. മുകൾവശത്ത് നല്ലൊരു വെറൈറ്റി മോഡലിൽ തന്നെയാണ് ഒരു ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. LED ബൾബൊക്കെ സ്ട്രിപ്പൊക്കെ കൊടുത്ത് നല്ല മനോഹരമായ, അതായത് ഫുൾ ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അടിപൊളി TV യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡുള്ള ഒരു അടിപൊളി TV യൂണിറ്റ്, LED ബൾബൊക്കെ വെച്ചിട്ടുള്ള ഒരു TV യൂണിറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം ഫുൾ ലെങ്ത്തിൽ തന്നെ ഇവിടെ ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല വീതി കൂടിയ ഒരു ആർച്ചോട് കൂടിയ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ അതേ മാച്ചിങ് ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല വീതി കൂടിയ ടൈല് തന്നെയാണ്. ഒരു ക്രോക്കറി യൂണിറ്റ് ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും അതെ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് നല്ല ഫുൾ വൈറ്റ് ഡിസൈനിലാണ് ഇവിടെ ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിലാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. താഴെ കബോർഡ് വർക്കൊക്കെ കൊടുത്ത് ഗ്രാനൈറ്ററൊക്കെ വെച്ച് നല്ല മനോഹരമായ LED ബൾബൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡൈനിങ് ഹാളിൽ നിന്നാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതേ മാച്ചിങ് ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈല് തന്നെയാണ്. ഈ ഒരു സൈഡിലായിട്ട് ഫുൾ ലെങ്ത്തിൽ ഡ്രസ് യൂണിറ്റ് അടക്കം മിററൊക്കെ വെച്ചിട്ടുള്ള കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. വാൾ ടോപ്സ് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ്. അതുപോലെ ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വീതി കൂടിയ ടൈൽ തന്നെയാണ് വാൾ ടൈലായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും അപ്പോക്സിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ലീക്കൊന്നും വരാത്ത വിധത്തിലേ. അതുപോലെ രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ് ഹാളിൽ തന്നെയാണ് 3 ബെഡ്റൂം ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് 3 ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ അതേ യൂണിഫോമിൽ തന്നെയാണ് ഇവിടെ ടൈല് കൊടുത്തിട്ടുള്ളത്. ഇതൊരു സൈഡിലായിട്ട് അത് പുറത്തേക്ക് പ്രൊജക്ഷൻ ഇല്ല, കൺസീൽഡ് ആയിട്ടാണ് ഇവിടെ വാൾ ടോപ്സ് കൊടുത്തിരിക്കുന്നത്. 3 പാളി ഡോറോട് കൂടി തന്നെയാണ് അത് സെൻറ്ററിൽ മിററൊക്കെ ആയിട്ട്. അതുപോലെ ഇത് സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ വാൾ ടൈലാണ് 3 ബെഡ്റൂം അറ്റാച്ച്ഡിലും ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതും അപ്പോക്സിയൊക്കെ ചെയ്തിട്ടുണ്ട്. ബസ് റൂട്ടിന് വെറും 50 മീറ്റർ തൊട്ടടുത്താണ്. അതുപോലെ ധാരാളം വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 9.5 കിലോമീറ്റർ, അതുപോലെ മണ്ണുത്തി NH നിന്ന് ഒരു 3.5 കിലോമീറ്റർ. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂമായിട്ട് വരുന്നത്. 3 ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അത് 3 അറ്റാച്ച്ഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ ഡ്രസ് യൂണിറ്റോട് കൂടി മിററൊക്കെ വെച്ചിട്ടുള്ള വാൾ ടോപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലത്തെ മെറ്റീരിയൽ എല്ലാം നല്ല ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10 കൊല്ലത്തോളമൊക്കെ ഗ്യാരണ്ടിയുള്ള മെറ്റീരിയലാണ്. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്.
ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ് കേട്ടോ. ഏത് ബാങ്ക് ആയാലും ഞങ്ങൾ എല്ലാ ബാങ്കുകളും ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കിച്ചണാണ്, ഒരു വീതി കൂടിയ ഒരു ആർച്ചോട് കൂടിയാണ് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത്. ഓപ്പണാണ്. ഒരു വുഡ് ഡിസൈനുള്ള ടൈലാണ് ഇവിടെ ഫ്ലോർ ടൈലായി കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴേക്ക് ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പിലെ ഗ്രാനൈറ്റ്, നല്ല വീതി കൂടിയ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ വശത്ത് ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. കിച്ചണിൽ നമ്മൾ ഈ ഭാഗത്തേക്കാണ് പുറത്തേക്ക് കിടക്കുന്നത്, അതായത് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഒരു ഭാഗം. അതേ മാച്ചിന്, അത് വുഡ് ഡിസൈനിലുള്ള മാച്ചിന് തന്നെയാണ് വർക്ക് ഏരിയയിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറും ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തേക്ക് കിടക്കുന്നു വർക്ക് ഏരിയയിൽ നിന്ന്. ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ടും ബേബി മെറ്റൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുമനെങ്കിലും ചെളി തെറിക്കാത്ത വിധത്തിലേ ഫുള്ളായിട്ടും എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റി തൈകളൊക്കെ നടാവുന്ന ഇതേ ഉള്ളൂ. അത് 3 ബെഡ്റൂം ഓൾറെഡി താഴെയുള്ള കാരണം നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് പുറത്തുനിന്നാണ്. നമുക്ക് കാണാം ഈ സൈഡിൽ നിന്ന് കേട്ടോ, ഏറ്റവും ടോപ്പിലേക്ക് ആയിട്ട്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസ്